മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ധ്യാനകേന്ദ്രം നിർമ്മിച്ചു നൽകുന്ന 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന രേഖാസമർപ്പണവും 1500 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൌജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 23-ന് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് ഡിവൈൻ ധ്യാനകേന്ദ്രം മലയാളം വിഭാഗത്തിൽ വെച്ച് റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും. ചാലക്കുടി MP ബെന്നി ബഹനാൻ, കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, മുൻ MP, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, തൊടുപുഴ MLA PJ ജോസഫ്, തൃശൂർ MLA P ബാലചന്ദ്രൻ, അങ്കമാലി MLA റോജി M ജോൺ, പിറവം MLA അനൂപ് ജേക്കബ്, കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് തുടങ്ങി ആധ്യാത്മിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. രാവിലെ 11-ന് പൌരോഹിത്യ സുവർണ ജൂബിലേറിയൻ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് പനക്കൽ, ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ, PJ ആന്റണി, ഔസേപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൗരോഹിത്യ ജൂബിലിയാണ്. അദ്ദേഹം പുരോഹിതനായിട്ട് 50 വർഷം തികയാണ്. ഈ 50 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ അദ്ദേഹം ചെയ്ത നിരവധി ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകളുടെ വ്യക്തമായ ഒരു ചിത്രമാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഴുവനും സാന്നിധ്യം. അതായത് പ്രവർത്തനങ്ങളുടെ രൂപരേഖ, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് മുപ്പാട്, ഒരു ഡ്രാഫ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ട് വേണം. അപ്പം അത് സമർപ്പിച്ചിരിക്കുക.